കഴിഞ്ഞ 2 ദിവസത്തെ സകല മഴയും നനഞ്ഞു കിടക്കുന്ന കെട്ടപ്പാണിത്. രാവിലെ എൻ്റെ അമ്മയെ വിളിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ആദ്യമായിട്ട് ഇവനെ ഞാൻ കാണുന്നത്. തിരികെ വന്നപ്പോൾ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ കിടക്കുകയാണ്. ഞങ്ങൾ അടുത്തൊന്ന് നോക്കിയപ്പം വണ്ടി ഇടിച്ച് 2 കാലുകൾ അനക്കാൻ പറ്റാത്ത ഒരുപാട് മുറിവുകളായിട്ട് കിടക്കുകയാണ്. ഞങ്ങൾ കയ്യിലുള്ള പാലും റസ്ക് ഒക്കെ കൊടുത്തു. റെസ്ക്യൂ ടീമിനെ വിളിക്കാനായിട്ട് ഒരുപാട് ഞങ്ങൾ ശ്രമിച്ചു. ഒരാളെയും കണക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ഞങ്ങൾ തിരികെ വീട്ടിൽ പോയി. തിരികെ വീണ്ടും ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് വീണ്ടും അതുപോലെ അവിടെ കിടക്കുകയാണ്. എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ അമ്മയെ ജംഗ്ഷനിലാക്കിയിട്ട് ഞാൻ അപ്പം തന്നെ റെസ്ക്യൂ ടീമിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. ഫൈൻഡ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവരെല്ലാം വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവർ സീനിയർ ഡോക്ടറിനെ വിളിച്ചു, സംസാരിച്ചു. അവർ വണ്ടി വിടാമെന്ന് പറഞ്ഞു. തിരികെ നേരെ അവൻ്റെ അടുത്ത് ചെന്നപ്പോൾ സ്കൂള് വിട്ട ഒരു പയ്യനും വന്നു. ആ പ്രദേശത്തുള്ളൊരു അങ്കിളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം അവനെ കാവലായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അങ്ങനെ അങ്കിൾ ഓടിപ്പോയി ഒരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ എടുത്തിട്ട് വന്നു അവന് കവർ ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് വണ്ടി വന്നു, അവനെ കയറ്റി നമ്മൾ വിട്ടിട്ടുണ്ട്. എനിക്കൊരൊറ്റ കാര്യമാണ് പറയാനുള്ളത്, വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചു ഓടിക്കുക. ഇനി അഥവാ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ ഈ മിണ്ടാപ്രാണികളെ വഴിയിൽ ഉപേക്ഷിക്കാതെ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാനുള്ളൊരു മിനിമം കോമൺ സെൻസ് കാണിക്കുക. ഇനി രണ്ടാമത്തെ നാട്ടുകാരോടാണ്. 2 ദിവസമായിട്ട് നിങ്ങളുടെ കടയുടെ മുന്നിലോ വീടിന്റെ മുന്നിലോ കിടക്കുന്നതിന്റെ ഒറ്റ പേരിൽ കൊണ്ട് ബൈ റോഡിൽ ഇട്ടിട്ട് പോകുന്ന ആ സമയം മതി ഇവനെ നല്ലൊരു ആശുപത്രിയിൽ എത്തിക്കാനായിട്ട്.